ഓം നമോ നാരായണായ. ഓം നമ ശിവായ. ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാമൃത്യുഞ്ജയ ഹോമം ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച കാലത്ത് 10:30 മുതൽ ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ്. മൃത്യുഞ്ജയ ഹോമം രോഗനിവാരണത്തിനും രോഗശമനത്തിനും ശനിദോഷ നിവാരണത്തിനും ഉത്തമമാണെന്ന് ശാസ്ത്രം വിധിക്കുന്നുണ്ട്. ഈ വർഷം മാർച്ച് 29 മുതൽ ശനിയുടെ മാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് ശിവന്റെ ഭജനം ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ആയതിനാൽ പരമാവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്ത് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് അനുഗ്രഹത്തിന് പാത്രീഭൂതനാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളും. ശിവപ്രീതികരമായിട്ടുള്ള ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാൽ എന്ന മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് 7 ദ്രവ്യങ്ങൾ ആണ് ഹോമിക്കുന്നത്. 7 ദ്രവ്യങ്ങൾ ചിറ്റമൃതന്റെ വള്ളി, പേരാലിന്റെ പൊട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം ഇത്യാദി 7 ദ്രവ്യങ്ങൾ 144 വീതം ഹോമിച്ച് 144 × 7 = 1008. ഇതാണ് മൃത്യുഞ്ജയ ഹോമത്തിന്റെ സംഖ്യ. ഈ ഓരോ ദ്രവ്യവും ഹോമിക്കുന്നതിന് ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. ചിറ്റമൃതന്റെ വള്ളി ഹോമിക്കുന്നത് രോഗശാന്തിക്ക് വേണ്ടിയാണ്. പേരാലിന്റെ മുട്ട് ഹോമിക്കുന്നത് മൃത്യുവിനാശനം. എള്ളു ഹോമിക്കുന്നത് കഷ്ടതകൾ മാറാൻ വേണ്ടിയിട്ട്. കറുക ഹോമിക്കുന്നത് ആയുസ് വർദ്ധിക്കാൻ. പാല് ഹോമിക്കുന്നത് ബലം വർദ്ധിക്കാൻ. നെയ്യ് ഹോമിക്കുന്നത് സർവ്വ ആഗ്രഹങ്ങളും സാഫല്യത്തിനു വേണ്ടിയിട്ട്. അതേപോലെ 7ാമത്തെ ദ്രവ്യമായ പായസം ഹോമിക്കുന്നത് സർവസിദ്ധി, അതായത് അതേപോലെ തന്നെ ശിവപ്രീതികരമായിട്ട്. ഇങ്ങനെ 7 ദ്രവ്യങ്ങൾ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഹോമിക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമം. നമസ്കാരം.